ഹലോ. അപ്പോൾ ഇന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാനും പിള്ളേരും കൂടിയിട്ട് ഒരു ചെറിയ യാത്ര പോവാണ്. വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇത്താത്തമാരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് പോണതാണ്. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പോണത്. ഒരു ഇച്ചിരി നേരമൊക്കെ കുറച്ച് നേരം കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു നേരം ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പോണതാട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകാനൊരു ചെറിയ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇച്ചിരി നേരത്തേക്കാണെങ്കിൽ അതൊരു സെറ്റല്ലേ. അപ്പോൾ അങ്ങനെ പോണതാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാൾ മാത്രമേ പോണുള്ളൂ. മൂത്ത ആൾക്ക് ദഫിൻ്റെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാവും വന്നില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് പോണുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി ഏകദേശം ഒരു 9 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്തിയിട്ടോ രാത്രി. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഇത്തത്തമാരൊക്കെ നല്ല പണിയിലായിരുന്നു. അവർ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെന്ന് അവരുടെ കൂടെ കൂടി. പണിയൊന്നും എടുക്കാനല്ല കേട്ടോ, ചുമ്മാ വർത്താനം പറയാൻ കൂടി. നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിൽ ചെന്നാൽ നമ്മളെപ്പോഴും വെറുതെ ഇരിക്കും. നമ്മൾ പണിയെടുക്കണ പരിപാടിയൊന്നുമില്ല. പിന്നെ അങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയൊക്കെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ചെറുതായിട്ടൊന്ന് പണിയെടുക്കണ പോലെയൊക്കെ ഒന്ന് ആക്റ്റൊക്കെ ചെയ്ത് ഒക്കെ സെറ്റാക്കി. അപ്പോഴത്തേക്കും തേങ്ങ ഇടാനൊക്കെ പറഞ്ഞു, അതൊക്കെ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിലൊക്കെ നിന്നു. പിന്നെ അവർ ഇതുണ്ടാക്കണ തിരക്കായിരുന്നു കേട്ടോ. ഫുള്ള് ഇതിൻ്റെ ഉള്ളിലായിരുന്നു ശരിക്കും പറഞ്ഞില്ല രാത്രി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചോറിനാനിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈയും നല്ല ചിക്കൻ്റെ പാർട്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്നാക്സിൻ്റെ ഒന്ന് സെറ്റാക്കണ പരിപാടിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയ പെൺപിള്ളേർക്ക് ഇത് മനസ്സിലാവും ഒരു പക്ഷേ. നമ്മളൊരു ഇച്ചിരി നേരത്തേക്കാണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടപ്പിറപ്പുകളുടെയൊക്കെ കൂടെ ഒന്ന് കൂടുമ്പോൾ അതൊരു ഇച്ചിരി നേരമാണെങ്കിലും നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അതുപോലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞിരിക്കും ഇന്നലെ രാത്രി. അങ്ങനെ എല്ലാവരും കൂടെ കൂടി അങ്ങനെ നിന്നു. ഇനി രാവിലത്തെ വിശേഷമൊക്കെ ഇനി അടുത്ത വീഡിയോ പറയാം.